ഹായ്, എൻ്റെ പേര് മനു പി എസ്. ഞാൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം പാസ്സായ ഒരാളാണ്. അതേപോലെ ബാങ്കിങ് എൻ്റെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ആയിരുന്നു എന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ചേട്ടൻ, പുള്ളിയുടെ പേര് ഷിനു പി എസ് എന്നാണ്. ആ ഒരു സമയത്ത് പുള്ളി ICTയിലെ വിദ്യാർത്ഥിയാണ്. പുള്ളിക്ക് ആ ഒരു ടൈമിൽ SBI POയുടെ സെലക്ഷൻ കിട്ടിയുണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ ആരംഭിച്ചു. എന്താണ് ഇതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ആ ഒരു ലൈഫിനെ ഇത് എങ്ങനെ മാറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷിക്കാൻ ഞാൻ എൻ്റെ ചേട്ടൻ പറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ICT പറ്റി കൂടുതൽ അറിയുന്നത്. ഇങ്ങനെ ഒരു ബാങ്കിങ് കരിയർ എന്തുകൊണ്ട് എടുത്തുകൂടാന്ന് ഒരു ചിന്ത എനിക്ക് വളരെ കൃത്യമായിട്ട് വന്നത്. എനിക്കിപ്പോൾ ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് RRBPOയുടെ, അതായത് കേരള ഗ്രാമീൺ ബാങ്കിന്റെ പ്രൊബേഷണൽ ഓഫീസറായിട്ട്. അതിൽ ഇനിയും നമ്മൾ പ്രിപ്പറേഷൻ നിർത്തുന്നില്ല. അതുകൊണ്ട് ഒരു ജോബ്, നല്ലൊരു ജോബ് നമ്മുടെ കയ്യിലായി എന്നുള്ളതേ ഉള്ളൂ. ഇതേപോലെ നമ്മൾ പ്രിപ്പറേഷൻസ് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഇനി വരാനുള്ള വിദ്യാർത്ഥികളെടുത്തും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും പറയാനുള്ളത്, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. കൃത്യമായിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് ആദ്യം വേണ്ടത്. അതായത് റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊരു 2-3 മാസം അതിൻ്റെ ബേസ് തൊട്ട് കൃത്യമായിട്ടിരുന്ന് പഠിക്കുക. നിങ്ങളിനി നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ ബന്ധപ്പെടുക. ആ ഒരു ഫേസ് നിങ്ങൾ ക്ലിയർ ആക്കുക. അതിൻ്റെ മെറ്റീരിയൽസുകൾ കൂടുതൽ ചെയ്യുക, ചെയ്തുകൊണ്ടേയിരിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.